എന്റെ ഓഫീസിലേക്ക് തന്നെ ഈ ആസ്തി കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നത് നന്നായി. ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ഇത് സംസാരിക്കുന്ന അത്ര നല്ലതല്ല. അവരൊക്കെ വീട്ടുകാരാണെങ്കിലും ഈ ആസ്തിയുടെ വിഷയത്തിൽ വരുന്ന ചില കാര്യങ്ങള് അവർക്കറിയാത്തത് കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചാൽ നന്നാവില്ല. അതെന്താ അങ്കിൾ, അമ്മ എഴുതി വെച്ച ബില്ലില് ഞങ്ങൾക്കെല്ലാം അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അതെന്താണെന്നോ, നിന്റെ വീട്ടിലുള്ള ഒരാൾക്കും നിന്റെ പേരിലുള്ള സ്വത്ത് മറ്റൊരാളുടെ പേരിൽ എഴുതാനുള്ള അധികാരം വാണി തന്നിട്ടില്ല. അവരെഴുതിയ ബില്ലില് വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. വാണി എഴുതി വെച്ച നിന്റെ ആസ്തിയില് നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഇതിൽ അവകാശമുള്ളെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ കാര്യത്തിൽ സീതയ്ക്കും ഇതേ അധികാരമുണ്ട്. വാണി പറഞ്ഞതനുസരിച്ച് ഈ ആസ്തി നിങ്ങളുടെ കുടുംബം വിട്ടു പോകാൻ പാടില്ല. ഇപ്പോ ഇത് സീതയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം അവൾക്ക് അത് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് നിയമപ്രകാരവും യാതൊരു തടസ്സവുമില്ല. പക്ഷേ വാണിയുടെ അവസാനത്തെ ആഗ്രഹപ്രകാരം ഈ ആസ്തി മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല. അത് നിങ്ങളൊന്നറിഞ്ഞു വെക്കാൻ പറഞ്ഞതാ. ഇപ്പോ ഈ കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുത്തില്ലേ, അവൾക്ക് ഇപ്പോ ഒഫീഷ്യലി ഈ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. വാണിയമ്മ ആഗ്രഹിച്ചതുപോലെ ഈ സ്വത്തുക്കൾ മറ്റൊരാളുടെ കയ്യിലേക്ക് പോവാതെ നോക്കേണ്ടത് എന്റെ കർത്തവ്യവും കടമയാണ്. അത് ഞാൻ എന്തായാലും ചെയ്യും. മോൾ എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യ പറഞ്ഞേ? നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞില്ലേ വാണി വാണി എന്ന്. അവര് നമുക്ക് എന്താണ് തന്നത് അത് ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. അല്ല, വാണി എന്ന് പറഞ്ഞ ആരാ? വാണി എന്ന് പറഞ്ഞ എന്റെ അമ്മ, നിന്റെ മുത്തശ്ശി അവര്. ആണോ? വാണി മുത്തശ്ശി എന്താണോ തന്നത് അത് ഞാൻ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തോളാം. ഞങ്ങളുടേത് ജോയിന്റ് ഫാമിലിയാ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും രാമ സ്വത്ത് ആർക്കും കൈമാറ്റം ചെയ്യരുതെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അവർ പറഞ്ഞതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല. മേമയാണല്ലോ വിളിക്കുന്നേ. ആ മേമ പറ. ഐ എം ഫൈൻ മേമ. ഇല്ല, ഞാനും സിഹിയും സീതയും കൂടെ ഒന്ന് പുറത്തേക്ക് വന്ന. റാം, ഫോൺ താ, ഞാൻ സംസാരിക്കാം. ഓക്കെ. ഹലോ. ആ മേമ, സുഖമാണോ? ദർശനമൊക്കെ കഴിഞ്ഞോ മേമ? ആ ആ ഞാനും സിഹിയും റാമും കൂടി ഷോപ്പിങ്ങിന് വന്നതാ. ഇവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ബൈ. മേമ എന്താ പറഞ്ഞേ? ദർശനം എല്ലാം കഴിഞ്ഞു അത്രേ. കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമെന്ന്. നൈസ്. ഇനി ഷോപ്പിങ്ങിന് പോയാലോ? ഓഫ് കോഴ്സ് ബേബി, ഷോപ്പിങ്ങിന് പോവാം. നീ സിഹി അവിടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ലോയറിന്റെ ഓഫീസിലേക്ക് വന്ന കാര്യം മേമ അറിഞ്ഞിട്ടായിരിക്കോ റാമിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തത്? പോയാലോ സീത? എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ഈ സീത എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സീതമ്മ, നിന്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അച്ഛാ, അതൊക്കെ എനിക്ക് വാങ്ങി തരുവോ? ഓഫ് കോഴ്സ് ബേബി, നിനക്ക് എന്താണോ വേണ്ടത് എല്ലാം ഞാൻ വാങ്ങിത്തരും. താങ്ക് യു സോ മച്ച് അച്ഛാ. എവിടെ നോക്കട്ടെ, എന്തൊക്കെയാ നിന്റെ ലിസ്റ്റിലുള്ളതെന്ന്.
ലിപ്സ്റ്റിക്ക്, ഹെയർ ബാൻഡ്, ലോങ് ഫ്രോക്ക്. അല്ല മോളെ, നിനക്ക് വേണ്ട സാധനങ്ങളാണോ നീ ഇതിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? എന്തോ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല സീതമ്മ, ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയാ വാങ്ങുന്നത്. എന്താ സീതമ്മയ്ക്ക് ഫ്രോക്കോ? അച്ഛാ, സീതമ്മയുടെ ബർത്ത്ഡേക്ക് പ്രിൻസസിനെ പോലെ ഒരുക്കി നിർത്തണം. ലോങ് ഫ്രോക്ക് ധരിച്ച്, മുടിയിൽ നല്ല ഹെയർ ബാൻഡ് ധരിച്ച്, ലിപ്സ്റ്റിക് തേച്ച് സുന്ദരി കുട്ടിയാക്കണം. എന്റെ പൊന്ന് സിഹിമോളെ, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തു വേണ്ട, എല്ലാം വേണം. റാം, നീ കണ്ടോ ഞാൻ ലോങ് ഫ്രോക്ക് ധരിക്കണോന്ന്? അതിനിപ്പോ എന്താ? ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോ നല്ല ഭംഗിയുണ്ടാവും. റാം, നിങ്ങൾ ഇവിടെ പോലെ ആവല്ലേ, എനിക്ക് ഫ്രോക്ക് ഒന്നും പറ്റില്ല. പാവം എന്റെ സിഹിമോൾ ആഗ്രഹിച്ചു പോയില്ലേ. എനിക്കും നിന്നെ ഒന്ന് ഫ്രോക്കിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? റാം, എനിക്കൊന്നും സ്യൂട്ട് ആവില്ല, എനിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്ക് നിന്നെ ചാറിൽ കണ്ട് ബോറടിച്ചു. ചാറിലോ? സീതമ്മേ, നീ ചാറി കണ്ടുവന്നോ? ചാറല്ല, സാരി. സാരിയിലാന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ. സിഹി, ഈ ലിസ്റ്റിലുള്ള ഐറ്റംസ് കുറച്ച് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. അതൊന്നും എനിക്ക് വേണ്ട. എന്തിനാ സീതമ്മ? പാവം, നിന്റെ മകൾ അത്രയ്ക്ക് ചോദിക്കുന്നല്ലേ, അവൾക്ക് വേണ്ടെങ്കിലും വാങ്ങ്. ഇവൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ലോങ് ഫ്രോക്കും വാങ്ങും, അതിനാവശ്യമുള്ള കാര്യങ്ങളും വാങ്ങും. പിന്നെ അത് വേസ്റ്റ് ആവില്ലേ? ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ധരിക്കാറില്ല. സോ ക്യാൻസൽ, വേണ്ട, അത്ര തന്നെ. സീതമ്മ, നീ ശരിക്കും ഒരു പിശുക്ക് തന്നെയാ. ആ അതെ, അങ്ങനെ തന്നെയാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്തിനാ? സിഹിമോളെ, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്റെ പൊന്നെ? എന്തായാലും ഷോപ്പിങ്ങിനല്ലേ പോന്നെ. നിനക്ക് എന്തൊക്കെ വേണോ എല്ലാം നമുക്ക് വാങ്ങിക്കളയാം. ഓക്കെ? നിനക്ക് സീതമ്മയെ സാരി കണ്ടു കണ്ട് മടുത്തില്ലേ? ഫോർ എ ചേഞ്ച് സീതമ്മ ഇനി ഒരു ഡിഫറെന്റ് ലുക്കിൽ കാണാം. അച്ഛാ, അത് മാത്രല്ല, ഒന്നുകൂടെ ഉണ്ട്. ഓ, ആണോ? എന്താ റാം? സീതമ്മയോട് മാത്രം പറയല്ലേ. നോ വേ, ഞാൻ പറയില്ല. നിങ്ങൾ അച്ഛനും മോളും കൂടി ഇപ്പൊ ഒരു ടീമായോ? ഇതറിയാമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഷോപ്പിങ്ങിന് വരില്ലായിരുന്നു. അതെങ്ങനെ നീ വേറെ ടീമാവുന്നേ? നീ ഞങ്ങളുടെ ടീം തന്നെയല്ലേ? എന്നാ പിന്നെ സീക്രട്ട് എന്താന്ന് എന്നോട് കൂടി പറ. നോ വേ, ഒരിക്കലും ഇല്ല. ഇതിനെയാണോ ഷോപ്പിംഗ് എന്ന് പറയുന്നേ? ഇതിനു പകരം ഈ കട മുഴുവൻ കാർട്ടിലാക്കി ബില്ല് ചെയ്താൽ മതിയായിരുന്നല്ലോ. സീതമ്മ, എനിക്ക് ഇതൊക്കെ വേണം പ്ലീസ്. ഇറ്റ്സ് ഓക്കെ സീത, ഈ ഷോപ്പിംഗ് എല്ലാം അവക്ക് വേണ്ടിയല്ലേ. ഞാൻ ഓൾറെഡി ഇതെല്ലാം അവക്ക് വാങ്ങിക്കൊടുക്കാന്ന് വാക്ക് കൊടുത്താ. സീമോളെ, നിനക്ക് എന്തെല്ലാം വേണം ഞാൻ വാങ്ങിത്തരാം. ഷോറൂം വേണോ നിനക്ക്? വാ, ഷോറൂം തന്നെ വാങ്ങിക്കാം. കം. വാവ് സീതമ്മ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. സീത
ഒന്ന് ട്രൈ ചെയ്തതല്ലേ മനസ്സിലാവും ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന്. പിടിച്ചേ, ട്രൈ ചെയ്തേ. അപ്പോഴേക്കും ഞാൻ സിഹിയും വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യട്ടെ. അച്ഛാ, എന്താ മോളെ? അവിടെ നോക്ക്. എന്താ? അച്ഛാ, എനിക്ക് ഈ ബൊമ്മ വാങ്ങിച്ചു തരുമോ? എന്റെ അടുത്തുള്ള ബെല്ലി ബൊമ്മ കേട് വന്നിട്ടുണ്ട്. ഇത് വാങ്ങി തരുമോ? ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. പ്ലീസ് അച്ഛാ. ഇതിനു വേണ്ടി നീ പ്ലീസ് പറയേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. അതുപോലെ. താങ്ക് യു അച്ഛാ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? വാ. അച്ഛാ, ഇതിന് എന്താ ഒരു പേരിടുക? എന്ത് പേരാ ഇപ്പൊ ഇടുക? ഈ സീത എങ്ങോട്ട് പോയി? ഇതെങ്ങനെയുണ്ടോ എന്തോ. ഇതിട്ട് കാണിച്ചില്ലെങ്കിൽ അച്ഛനും മോളും എന്നെ വിടാൻ പോകുന്നില്ല. ഇവരെവിടെ പോയതായിരിക്കും? ശരിക്കും ഇതെനിക്ക് ചേരുന്നുണ്ടോ? ബ്യൂട്ടി. വാവ് സീതമ്മ, എന്ത് ഭംഗിയാ ഇത് കാണാൻ. സത്യായിട്ടും പെർഫെക്റ്റ്. സീതമ്മ, നിനക്കുള്ള വസ്ത്രമൊക്കെ വാങ്ങി. അപ്പൊ എനിക്കോ? നിനക്ക് എങ്ങനത്തെ ഡ്രസ്സാ വേണ്ടെന്ന് പറ. എനിക്ക് സിൻഡ്രല്ല ഡ്രസ് വാങ്ങി തരുവോ? വേണ്ട വേണ്ട, സിൻഡ്രല്ലയിൽ കാണുന്ന ഫ്രോക്ക് വാങ്ങി തരുവോ? സീമോളെ, നിനക്ക് എന്താ വേണ്ടെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞേ. എന്നോട് ഇങ്ങനെ സംസാരിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. അവളോട് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി അവക്ക് എന്താ വേണ്ടെന്ന്. എന്നാ പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞൂടെ അതെന്താന്ന്? ഇങ്ങനെ കോഡ് ഭാഷയിൽ സംസാരിച്ച് എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? അല്ലെങ്കിൽ ഈ ലേഡീസ് ഷോപ്പിംഗ് ഇൻ ദ മോസ്റ്റ് ടഫസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അത് തന്നെ മതി. ഞാൻ മനസ്സിലാക്കി തന്നോളാം. ഓക്കെ, വരൂ. റാം എന്റെ സ്വന്തമായിരുന്നു. നീ നിന്റേതാക്കി മാറ്റിയല്ലേ സീത? സീത, ഇതാണോ അത്? ഏത്? അല്ല റാം, അതല്ല, ഇതാ. ഇതല്ല സീത. വേണമെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്. ബെറ്റാ? ബെറ്റ. സീമോളെ, ഇവിടെ വാ. ആ അച്ഛാ. ഇതെങ്ങനെയുണ്ട്? വാവ് സീതമ്മ, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ ചോദിച്ചത്. സീതമ്മ, പ്ലീസ് എനിക്കിത് വാങ്ങി തരുമോ? തരക്കേടില്ലല്ലോ. സിഹിയെ നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ സിഹിയുടെ അമ്മയല്ലേ ഞാൻ, അതുകൊണ്ട്. അയ്യോ, ഒരുപാട് ഷോപ്പിംഗ് ചെയ്തു. എന്തൊക്കെ വേണോ അതൊക്കെ മാറ്റിവെച്ച് വേണ്ടാത്ത എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത് തന്നെയാ പ്ലാൻ സീതമ്മ. പ്ലാനോ? നേരത്തെ ഞാനും അച്ഛനും കാറിൽ വന്നപ്പോ പ്ലാൻ ചെയ്തില്ലേ, ഇതാ.
നിന്റെ ബർത്ത്ഡേക്ക് ഇത്ര വലിയ ഷോപ്പിംഗ് നടത്തണമെന്ന്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ആയിട്ടുണ്ട്. റാം റാം ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യാനോ? ആരാ സീത? റാം, ഞാൻ മിററിൽ നോക്കുമ്പോ ആരോ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ നോക്കിയപ്പോ അവിടുന്ന് മിസ്സായി. ഇവിടെ ആര് ഫോളോ ചെയ്യാനാ സീത? സെയിൽസ് സ്റ്റാഫും കസ്റ്റമേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഇല്ല റാം, ഞാൻ കണ്ടതാ. സീത, നീ പഴയതൊക്കെ ഓർത്ത് ഓവർ തിങ്ക് ചെയ്യുന്ന വെറുതെ. നീ നിനക്ക് തന്നെ സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുക. വന്നേ, ഞാൻ പറഞ്ഞില്ലേ സീത, ആരും ഇല്ലെന്ന്. വാ. റാം, ഇതെങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? വാവ് സീതമ്മ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ട്രൈ ചെയ്യുന്നോ? ഇല്ല സീതമ്മ, ഇത് ഞാൻ ആ വൈറ്റ് ഫ്രോക്കിന്റെ കൂടെ മാത്രമേ ഇടുള്ളൂ. ഓക്കെ ബോസ്, ശരി, ഇത് ബാക്കി ചെയ്തോളൂ. എന്നാ പോയാലോ? ഏയ് നോ നോ നോ, ഒരു കാര്യം കൂടെ. നിങ്ങളുടെ രണ്ടുപേരെ ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതാ ലാസ്റ്റ് ഷോപ്പിംഗ്, ബിഗ് സർപ്രൈസ്. ഓക്കെ, നിങ്ങളിവിടെ നിൽക്കാൻ ഞാനിപ്പോ വരാം. സീത, എങ്ങനെയുണ്ട് സർപ്രൈസ്? റാം, നല്ല ഭംഗിയുണ്ടല്ലോ. നിനക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള മാലയല്ലേ ഇഷ്ടം? അതുകൊണ്ട് നിന്റെ ബർത്ത്ഡേക്ക് ഈ മാല ഗിഫ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. എന്നിട്ട് നോക്കട്ടെ. താങ്ക് യു റാം. എങ്ങനെയുണ്ട്? സൂപ്പർ. നീ പറ. സീതമ്മ, നല്ല ഭംഗിയുണ്ട്. എന്നാ പാക്ക് ചെയ്തല്ലോ. ആരാ നിങ്ങള്? എന്തിനാ ഫോളോ ചെയ്യുന്നത്? സീത, എന്തു പറ്റി? റാം, കുറെ നേരമായിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്ക. ഞാൻ എന്തിനാ മാഡം ഫോളോ ചെയ്യുന്നേ? ആക്ച്വലി ഞാൻ ഇവിടുത്തെ സ്റ്റാഫാ. കള്ളം പറയരുത്, കുറെ നേരമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ. എന്തു പറ്റി മാഡം? എന്തിനാ ബഹളം വെക്കുന്നത്? ഇയാള് കുറെ നേരമായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്ക. ഇദ്ദേഹം അങ്ങനെ ഒരാളല്ല മാഡം. ഒരുപാട് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതോ? അപ്പൊ ഞാൻ കള്ളം പറയാണെന്നാണോ? സീത, ഒരു മിനിറ്റ് സർ. സോറി, ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ടാ. ഒരു പ്രശ്നമില്ല സർ. സീത വരൂ. അല്ല റാം, എന്തിനാ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നേ? സീത, ഇറ്റ്സ് ഓക്കെ, വാ. ഐ എം സോ സോറി സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. സീത, ഇങ്ങി വാ. എന്താ സീത, നിനക്ക് എന്ത് പറ്റി? നേരത്തെ പറഞ്ഞില്ലേ റാം, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നീ വെറുതെ ഓവർ കോൺഷ്യസ് ആയിട്ടാ. എന്താ റാം അങ്ങനെ പറയുന്നേ? ഞാൻ വെറുതെ ഇതൊക്കെ ഇമാജിൻ ചെയ്ത് പറയുന്നതാണെന്നാണോ? ഇമാജിൻ ചെയ്യാൻ എന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ? നമ്മുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണ്ടേ റാം? എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ആരൊക്കെയോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്തിരി ശ്രദ്ധ കാണിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല സീതമ്മ, യു ആർ റൈറ്റ്. അച്ഛാ, നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ മോളെ. സീത, നീ ഇപ്പൊ എന്റെ പോയിന്റ് കേൾക്ക്. നമ്മളെ ഒരു കാരണമില്ലാതെ വെറുതെ എന്തിനാ ആളുകൾ ഫോളോ ചെയ്യുന്നേ? ഓക്കെ ഫൈൻ.
നീ പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് വെറുതെ ശ്രദ്ധിക്കാം. ബട്ട് ഡോണ്ട് യു തിങ്ക് നമ്മൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നതാണെന്ന്? പ്ലീസ് കാം ഡൗൺ. ഐ എം സോറി, വെറുതെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു. കുഴപ്പമില്ല, നമുക്ക് പോയാലോ? വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. നമ്മൾ ഷോപ്പ് ചെയ്തൊക്കെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. ആഹാ, ആ. അച്ഛാ, ഞാൻ ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ നല്ല ഭംഗിയായിരിക്കുമല്ലേ? ഫേറിയെ പോലെ. എന്റെ മോളെ എപ്പോഴും സുന്ദരിയാ. ഏത് ഡ്രസ് ഇട്ടാലും ഫെയറിയാ. ആണോ സീതമ്മ? ഈ വൈറ്റ് ഫ്രോക്ക് നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. പോയി പ്രിയക്കും അനിക്കും മേമയ്ക്കും ഒക്കെ പോയി കാണിച്ചിട്ട് വാ, അല്ലെങ്കിൽ നട്ടപ്പാതിരക്ക് വാശി പിടിക്കും ഫ്രോക്ക് എല്ലാരെയും കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. ഓക്കേ സീതമ്മ. സീതമ്മ, ഞാൻ ഈ ഡ്രസ് പ്രിയെ കാണിച്ചാ പ്രിയ എന്നോട് പറയും എനിക്ക് ഈ ഡ്രസ് ഇട്ട് നോക്കണമെന്ന് വളരെ ആഗ്രഹമാണെന്ന്. വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ? ആണോ? എന്റെ മോൾ അത്ര ഹാപ്പിയാണല്ലേ? അവൾ ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. ബട്ട് ഇടയ്ക്ക് എപ്പോഴോ ശ്യാമിച്ചാലും കാരണം അവൾക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നു. ഇനി മുതല് ഇതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിഴല് പോലെ ഒരു പേടി എന്റെ കൂടെ ഉണ്ടറാം. ടൈം പോകെ അതൊക്കെ ചേഞ്ച് ആവും, പക്ഷെ അത് ഇല്ലാതാവുന്നില്ല റാം. എന്താ സീത? സിയുടെ മുന്നിൽ വെച്ചതൊന്നും സംസാരിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാതിരുന്നേ. കാരണം അവളെ അഫക്ട് ചെയ്യരുത്. എന്തോ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട് റാം. സത്യചെറിയച്ചൻ എന്നെ സീക്രട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. വാട്ട്? ആസ്തിയെല്ലാം എന്റെ പേരിലുള്ളതാ നല്ലതെന്ന് പറഞ്ഞു. ഞാനതിനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് ഉപദേശവും തന്നു. ബട്ട് സീത, സത്യം ചെറിച്ചൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. ചെറിയച്ഛൻ വീട്ടിലുള്ള സമയത്ത് എന്നോടും അതേപോലൊക്കെ സംസാരിക്കുമായിരുന്നു. അച്ഛന്റെ അമ്മയുടെ മരണം പുള്ളിയെ ഒരുപാട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെ മരണത്തിന് വളരെ അടുത്ത ആരോ ആണ് കാരണം എന്നൊക്കെ പറയാറുണ്ട്. അവർ എന്നെ അപകടപ്പെടുത്തുമെന്ന് പറയും. ബട്ട് റിയാലിറ്റി ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. നീ എന്നെ കൂടെ വെറുതെ ടെൻഷൻ ആക്കണ്ട. അല്ല സീത, സത്യം ചെറിയച്ഛൻ സംസാരിച്ച കാര്യം നീ എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞത്? അത് കാരണം കൊണ്ടല്ലേ നിന്റെ തല വെറുതെ ഓരോ കാര്യങ്ങൾ വേണ്ടാത്ത കിടന്ന്. അവര് വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് റാം? അവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുമല്ലാതെ നമ്മളെ ആരൊക്കെയോ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് റാം. അങ്ങനെ ഒന്നും ഇല്ല സീത. നാളെ അഡോപ്ഷൻ പ്രൊസീജിയർ ഉണ്ടല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? എല്ലാം നല്ലപോലെ അവസാനിക്കില്ലേ? എന്തോ ഒരു പ്രശ്നം വരുന്ന പോലെ തോന്നുന്നുണ്ട് റാം. സത്യം ചെറിയച്ഛൻ നിന്നോട് സംസാരിച്ചത് കൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ആരും നമ്മളെ ഫോളോയും ചെയ്യുന്നില്ല. യു പ്ലീസ് കാം ഡൗൺ. ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ റാമിന് എന്തായിരിക്കും മനസ്സിലാവാത്തെ? എല്ലാ കാര്യങ്ങളും വളരെ ഇന്നസെന്റ് ആയിട്ട് മനസ്സിലാക്കി നടക്കുക.